प्रभु തുടങ്ങണം പ്രഭു. जय राधा माधव कुंज बिहारी, जय राधा माधव जय कुंज बिहारी, जय गोपी जन वल्लभा जय गिरिवरधारी, जय गिरिवरधारी, यशोदानंदन व्रज जनरंजन, यशोदानंदन व्रज जनरंजन, यमुना तीरावनचारी, यमुना तीरावनचारी, जय राधा माधव जय कुंज विहारी, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, जय प्रभुपादा जय प्रभुपादा जय प्रभुपादा श्रील प्रभुपादा, जय जय प्रभुपाद जय जय प्रभुपाद। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये, नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्टिकी, मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपादमहं वन्दे श्रीगुरुं दिनतारिणं परमानन्दमाधवं श्रीचैतन्य ईश्वराम्। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिति नामिने, नमस्ते सरस्वती देवे गौरवाणी प्रचारिणे, निर्विशेष शून्यवादी पाश्चात्य देशतारिणे, जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि श्री गौरभक्त वृंदा, हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. ഇന്ന് ഞങ്ങള് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 9-ാം അധ്യായത്തിലെ 25-ാമത്തെ ശ്ലോകമാണ് വായിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓം നമോ ഭഗവതേ വാസുദേവായ. സൂതോ വാച യുധിഷ്ഠിരസ്തദ് ആകർണ്യ ശയാനം ശരപഞ്ജരേ अपृच्छत् विविधान् धर्मान् ऋषीणां च अनुशृण्वताम्. सूतो वाच युधिष्ठिरस्तत् आकर्ण्य शयानं सरपञ्जरे अपृच्छत् विविधान् धर्मान् ऋषीणां च अनुशृण्वताम्. മാതാജി, എൻ്റെ മലയാളം ഭാഗവതം ഇല്ല, ഒന്ന് അതിന്റെ ട്രാൻസ്ലേഷനും പുറപ്പെട്ടും വായിക്കുക. കൃഷ്ണ മാതാജി സാരങ്ങൾ വായിക്കാം. വായിക്കട്ടെ മാതാജി? വായിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. 21 സൂത ഉവാച ദുസ്ഥിരസ്തദാകർണ്യ ശയാനം തരവഞ്ജരേ अपृच्छत् विविधान् धर्मान् ऋषीणां च अनुशृण्वताम्. വിവർത്തനം ഭാവാർത്ഥം ശ്രീ പ്രഭാത്. സൂത ഗോസ്വാമി പറഞ്ഞു, ഭീഷ്മദേവന്റെ അപ്രകാരമുള്ള ഹൃദയധാരിയായ വാക്കുകൾ ശ്രവിച്ച ശേഷം യുധിഷ്ഠിരൻ എല്ലാ ശ്രേഷ്ഠരായ ഋഷിപുങ്കവന്മാരുടെയും സാന്നിധ്യത്തിൽ ധർമ്മനിഷ്ഠമായ വിവിധ കർമ്മങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ആരാഞ്ഞു. ആ അർത്ഥം. ഭീഷ്മദേവന്റെ ഹൃദയഹാരിയായ വാക്കുകൾ ശ്രവിച്ച യുധിഷ്ഠിരന് അദ്ദേഹത്തിന്റെ മരണം ആസന്നമെന്ന് ബോധ്യമാവുകയും ശ്രീകൃഷ്ണനാൽ പ്രചോദിതനായി ധർമ്മതത്വങ്ങളെ സംബന്ധിച്ച് ഭീഷ്മദേവനോട് ആരായുകയും ചെയ്തു. അനേകം ഋഷിപുങ്കവന്മാരുടെ സാന്നിധ്യത്തിൽ ഭീഷ്മദേവനോട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനെ പ്രേരിപ്പിച്ചതിന് കാരണമുണ്ട്. ഭീഷ്മദേവൻ ലൗകിക ജീവിതത്തിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിയാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ കൂടിയിരുന്ന ഋഷിമാരെക്കാളും വ്യാസദേവനേക്കാളും ഉത്കൃഷ്ട വ്യക്തിത്വത്തിനുടമയാണെന്ന സത്യം പ്രകടമാക്കുവാൻ ഭഗവാൻ ആഗ്രഹിച്ചിരുന്നു. ആ സമയം ഭീഷ്മദേവൻ ശരശയ്യയിൽ മരണാസന്നനായി ശയിക്കുക മാത്രമല്ല, ആ അവസ്ഥയിലെ അത്യന്തം അസഹ്യമായ വേദന അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത്തരമൊരു വേളയിൽ ആരും ഒരു അന്വേഷണവും നടത്തുവാൻ പാടില്ലാത്തതായിരുന്നു. എന്നാൽ ഏത് അവസ്ഥയിലും ആത്മീയ പ്രബുദ്ധത മൂലം തന്റെ ശുദ്ധഭക്തരുടെ ശരീരവും മനസ്സും ആരോഗ്യമുള്ളതാണെന്നും സദാ ശരിയായ ചിന്താഗതിയിലാണ് അവരെന്നും തെളിവ് മൂലം സ്ഥാപിക്കാൻ ഭഗവാൻ ആഗ്രഹിച്ചു. അപ്രകാരം ഏതു സാഹചര്യത്തിലായാലും ഭഗവത് ഭക്തർ ജീവിതത്തിന്റെ നേരായ മാർഗത്തെ സംബന്ധിക്കാൻ പൂർണ്ണാഭിജ്ഞനായ അവസ്ഥയിലായിരിക്കുമെന്ന് സ്ഥാപിക്കുന്നു. ബാഹ്യദൃഷ്ട്യാ ഭീഷ്മദേവനേക്കാൾ അധികം ജ്ഞാനമുള്ളവർ ഇവിടെ സന്നിഹിതരായിരുന്നു എങ്കിലും മറ്റാരേക്കാളും ഭീഷ്മദേവനോട് തന്നെ ഈ സങ്കീർണമായ ചോദ്യങ്ങൾ ഉന്നയിക്കുവാനാണ് യുധിഷ്ഠിരൻ കൂടുതൽ താല്പര്യപ്പെട്ടത്. തന്റെ ഭക്തന്റെ മാഹാത്മ്യങ്ങൾ സമർത്ഥിക്കുന്നതിന് സുദർശനധാരിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിധാനം നിമിത്തമാണെന്ന് ഇതെല്ലാം സംഭവിച്ചത്. തന്റെ പുത്രൻ തന്നേക്കാൾ പ്രശസ്തനായി കാണുന്നതിന് പിതാവ് ആഗ്രഹിക്കുന്നു. ഭഗവത് ഭക്തരെ ആരാധിക്കുന്നത് സ്വയം ഭഗവാനെ ആരാധിക്കുന്നതിനേക്കാൾ അധികം മൂല്യമുള്ളതാണെന്ന് ഭഗവാൻ ഉദ്ഘോഷിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മൂലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമ്മുടെ ഇന്നത്തെ ഈ ശ്ലോകം വളരെ പ്രാധാന്യമുള്ള ഒരു ശ്ലോകമാണ്. മഹാഭാരതം എഴുതിയിട്ടുള്ളതില് ഏതാണ്ട് 3 പർവങ്ങൾ ഈ ഭീഷ്മദേവനോട് യുധിഷ്ഠിരൻ ചോദിക്കുന്ന പ്രശ്നങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഇത് ഭീഷ്മദേവൻ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത ശരശയ്യയിൽ കിടക്കുമ്പോഴാണ്
അദ്ദേഹത്തിന്റെ മുൻപിൽ സാക്ഷാത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരിപ്പുണ്ട്. ഭീഷ്മദേവന്റെ ഒരു ആഗ്രഹമായിരുന്നു താൻ നല്ല സമയം നോക്കി തന്റെ ശരീരം വെടിയണമെന്നുള്ളത്. അദ്ദേഹത്തിന് ഒരു വരമുണ്ടായിരുന്നു തന്റെ പിതാവിൽ നിന്ന് ഇച്ഛാമൃത്യുവിനുള്ള. അപ്പോ ഉത്തരായണം തുടങ്ങുമ്പോൾ മരണം സംഭവിക്കട്ടെ എന്നുള്ള ആ ഒരു ഇതിൽ ശരശയ്യയിൽ തന്നെ കിടക്കുകയായിരുന്നു ഭീഷ്മദേവൻ. അപ്പൊ ആ സമയത്ത് അവിടെ പല ഋഷികളും മുനികളും വ്യാസദേവരടക്കം പല പ്രാധാന്യമുള്ള വളരെ മുഖ്യരായ പല യോഗികളും മുനിമാരും ഋഷിമാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ ഉണ്ടായിരുന്നു, പാണ്ഡവരെല്ലാരും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനോട് ഭീഷ്മദേവനോട് പ്രശ്നങ്ങൾ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഒരാള് മരണശയ്യയിൽ കിടക്കുമ്പോൾ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ്. ശാരീരികമായും മാനസികമായും എല്ലാ തരത്തിലും വളരെയധികം വേദനകളൊക്കെ ഉള്ള ഒരു സമയമാണ്. ആ സമയത്ത് ഞങ്ങള് ഒരാളോട് ഒരു പ്രശ്നം ചെയ്യുക എന്നത് അത് ശരിയായിട്ടുള്ള സംഗതിയല്ല. പക്ഷെ ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഒരു ഭക്തൻ, ഒരു ശുദ്ധ ഭക്തൻ എപ്പോഴും ഏതവസ്ഥയിലും തൻ്റെ മാനസിക അവസ്ഥ എപ്പോഴും ഭഗവാനിൽ സ്ഥിരപ്പെടുത്തി ഇരിക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഇത് ചെയ്യിച്ചത്. അത് മാത്രമല്ല, അവിടെ പല ജ്ഞാനികളും വളരെയധികം ഭീഷ്മദേവനേക്കാളും അധികം ജ്ഞാനമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് യുധിഷ്ഠിരനോട് ഭീഷ്മദേവനോട് തന്നെ പ്രശ്നം ചെയ്യാൻ പറയുന്നതിന്റെ കാരണം ഭീഷ്മദേവൻ ഒരു തരത്തിൽ ഇവരെ എല്ലാരെയും കാളും ഉയർന്ന ഒരു നിലയിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ യുധിഷ്ഠിരൻ ഭീഷ്മദേവനോട് ഈ ധർമ്മത്തിന്റെ മലയാളത്തിൽ എന്താ പറയാ, എൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് റിലീജിയൻ. അപ്പൊ ഇത് ഇനി വരുന്ന ശ്ലോകങ്ങളിലൊക്കെ ഭീഷ്മദേവർ അതിനെക്കുറിച്ച് വളരെയധികം പ്രതിപാദിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ശ്രീല പ്രഭുപാദര് അദ്ദേഹവും ശരീരം വെടിയുമ്പോൾ ഭാഗവതം ഒക്കെ കോട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ ഇപ്പോഴുമുണ്ട്. അപ്പൊ അതിൽ നമുക്ക് കാണാൻ സാധിക്കും മരണസമയത്ത് പോലും ശ്രീല പ്രഭുപാദർ എങ്ങനെ തൻ്റെ കോൺഷ്യസ്നസ് ഭഗവാനിൽ കേന്ദ്രീകരിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു ലക്ഷ്യം ഇത് തന്നെ ആയിരിക്കണം. ഏതു സമയത്തും നമുക്ക് മരണം സംഭവിക്കാം. പക്ഷേ നമുക്ക് എപ്പോഴും 24 മണിക്കൂറും നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുക, ഭഗവാന്റെ ലീലകളെ കുറിച്ച് കേൾക്കുക. ഇതിപ്പോ ഞങ്ങള് ഡെയിലി 1 മണിക്കൂർ ക്ലാസ് ചെയ്യുന്നുണ്ട്. അത് തന്നെ നല്ല ഈ കലിയുഗത്തില് നമുക്ക് ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഒരു മാർഗത്തിൽ മുഖ്യമായിട്ടുള്ളതാണ് ഭാഗവതം പഠിക്കുക എന്നുള്ളത്. അപ്പോ ഈ ഞാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഞാൻ കോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഭഗവാൻ എങ്ങനെ ശുദ്ധ ഭക്തന്മാരുടെ ഉള്ളിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് ജ്ഞാനം കൊടുക്കുകയും അവർക്ക് വേണ്ട വിധത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ ബദ്ധ ആത്മാക്കൾക്കും ഫോളൻ സോൾസ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഭാഗവതവും ശാസ്ത്രവും ഒക്കെ വേണ്ടി വരുന്നത്. പക്ഷെ വളരെ ഉയർന്ന നിലയിലുള്ള ശുദ്ധ ഭക്തന്മാർക്ക് എപ്പോഴും ഭഗവാൻ വിത്തിൻ ഉള്ളിൽ ഇരുന്ന് തന്നെ പരമാത്മാവ്
ഭഗവാൻ എല്ലാ ജീവാത്മാക്കളുടെയും കൂടെ, പരമാത്മാവിന്റെ അവസ്ഥയിൽ എല്ലാവരുടെയും കൂടെയുണ്ട്. അപ്പോൾ ഈ ശുദ്ധ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ അവരുടെ ഉള്ളിലിരുന്ന് തന്നെ അവർക്ക് വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ട ഗതിയും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോ യുധിഷ്ഠിരൻ യുദ്ധത്തിൽ ഏകദേശം 64 കോടിയോളം ആൾക്കാരാണ് മരണപ്പെട്ടതെന്നാണ് ഒരു കണക്കുള്ളത്. അപ്പോൾ വളരെ വിഷമിച്ച് ഈ മഹായുദ്ധത്തിന് കാരണം ഞാനാണ്, ഈ രാജസിംഹാസനത്തിൽ ഇരിക്കാനുള്ള എൻ്റെ ആശ കാരണമാണ് ഈ യുദ്ധം സംഭവിച്ചത്. ഈ യുദ്ധത്തിൽ ഞാൻ കാരണം കോടാനുകോടി ആൾക്കാരുടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. അങ്ങനെ വളരെയധികം ദുഃഖിതനായി, വളരെയധികം സങ്കടപ്പെട്ട് ഇരിക്കുമ്പോഴാണ് ഈ എന്താ പറയുന്നത് ലീലകളൊക്കെ സംഭവിക്കുന്നത് അവിടെ. അപ്പൊ ഭഗവാൻ ഭീഷ്മദേവർക്ക് സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുന്ന ഒരു വളരെ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഭഗവാൻ എപ്പോഴും ഭീഷ്മദേവരോട്, ഭീഷ്മദേവർ പ്രായത്തിൽ ഭീഷ്മദേവർ കൃഷ്ണനേക്കാളും ഉയർന്നതായിരുന്നെങ്കിലും ഭീഷ്മദേവനെ സംബന്ധിച്ചുള്ള അറിയാമായിരുന്നു ഇത് സാക്ഷാത് നാരായണൻ തന്നെയാണ്, ഭഗവാൻ കൃഷ്ണൻ. അവിടെ നമ്മൾ കാണുന്നുണ്ട് ഭീഷ്മദേവരായാലും ഒരു രാജാവിന്റെ കുടുംബത്തിൽ ജനിച്ച് രാജകീയമായിട്ടുള്ള രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു ശുദ്ധ ഭക്തനായിരുന്നു എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോ നമ്മള് എല്ലാവരും തന്നെ ഇപ്പോ നമ്മളുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മള് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മള് ഭഗവത് ഭക്തിയിൽ ഈടുപാടുള്ളത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരാൾക്കാരാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ കലിയുഗത്തിലെ ഈ സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ദോഷങ്ങളും കഷ്ടങ്ങളും നിത്യജീവിതം തന്നെ നടത്തിക്കൊണ്ടു പോകാൻ വളരെ പ്രയാസമുള്ള ഒരു സമയത്ത് പോലും നമ്മൾ നാമജപിക്കുക, ഭഗവത് കീർത്തനങ്ങൾ പാടുക, ഭാഗവതം പോലുള്ള പുസ്തകങ്ങൾ വായിക്കുക, പഠിക്കുക, കേൾക്കുക. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് കർമ്മികൾ അല്ലെങ്കിൽ വിഷയി എന്ന് പറയുന്നത് ലൗകിക ജീവിതത്തിൽ ആസക്തരായിട്ട് ഒരു ചിന്തയും ഇല്ലാതെ, ആധ്യാത്മികമായിട്ടുള്ള ഒരു ചിന്തയും ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ കൃഷ്ണാവബോധനം പരിപാലിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോ ഈ ജീവാത്മാക്കൾ എല്ലാവരും തന്നെ ഈ പറയുന്ന 3 ഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അത് സംബന്ധമായിട്ടുള്ള ഗുണങ്ങളിൽ പ്രതിഷ്ഠിതമായിട്ടാണ് അവരുടെ എല്ലാവരുടെയും പ്രവൃത്തികൾ. അപ്പോൾ സത്വഗുണത്തിൽ അല്ലെങ്കിൽ രജോ ഗുണത്തിൽ അല്ലെങ്കിൽ തമോ ഗുണത്തിലുള്ളവര് അവരുടെ ഗുണത്തിന് അടിസ്ഥാനമായിട്ടുള്ള ചിന്തകൾ, കാര്യക്രമങ്ങൾ ചെയ്യുക. അപ്പോ ഊർധ്വം ഗച്ഛന്തി സത്വത്വ മധ്യേ തിഷ്ഠന്തി രാജസ ജഗന്ന ഗുണവൃത്യസ്യ അതോ ഗച്ഛന്തി താമസ. ഇത് ഭഗവത്ഗീതയിലുള്ള ശ്ലോകമാണ്. അപ്പോ നമ്മളെല്ലാവരും തന്നെ ഈ പറഞ്ഞ സത്വരജ തമോ ഗുണത്തിൽ ഇടപെട്ട് നമ്മളുടെ പ്രവൃത്തികൾ ചെയ്യുകയും ആ പ്രവൃത്തികളുടെ ഫലത്തിനനുസൃതമായിട്ടുള്ള ഇന്നൊരു ജന്മം നമ്മൾ എടുക്കുകയും അങ്ങനെ നമ്മളൊരു എന്താ പറയുന്ന ചക്രം,
ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. അപ്പൊ ഇതിൽ നമ്മൾ ബഹുനാം ജന്മനാമന്തി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള ജീവിതത്തിൽ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുകയും കർമ്മബന്ധത്തിൽപ്പെട്ട് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ മനുഷ്യ ജന്മത്തിൽ നമുക്ക് മറ്റുള്ള ജീവികളിൽ നിന്ന് അല്ലെങ്കിൽ ജന്തുജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മുടെ കർമ്മത്തെയും നമ്മളുടെ ഗുണങ്ങളിലുള്ള ബന്ധത്തെയും നമുക്ക് മാറ്റി നമുക്ക് ശുദ്ധ സത്വഗുണത്തിൽ വന്ന് നമുക്ക് ഭഗവത് പ്രാപ്തിക്കുള്ള മാർഗം തുറക്കാമെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോ യുധിഷ്ഠിരനും പാണ്ഡവനും ഒക്കെ ഭഗവാൻ കൃഷ്ണന്റെ സന്തത സഹചാരികളായിരുന്നു. ഭീഷ്മദേവനും ഒരു പരമഭക്തനായിരുന്നു. അപ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വേണ്ട ഒരു മുഖ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് വൈഷ്ണവ അസോസിയേഷൻ, നല്ല സത്സംഗം. നല്ല ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ഭക്തന്മാരെല്ലാവരും നല്ലതാണ്. പക്ഷെ നമുക്ക് നല്ലവണ്ണം ആധ്യാത്മിക ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കുകയും നമ്മൾ എന്ത് ചെയ്യാം എന്ത് ചെയ്യരുത് എന്നുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും, പിന്നെ നമ്മുടെ സാധന ഭക്തി, നമ്മുടെ നിത്യവൃത്തികൾ, നമ്മൾ നിത്യമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് ഭക്തി വിനോദ് സ്വാമി ഠാക്കൂർ ഭക്തി വിനോദ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ ഭക്തന്മാരുടെ നിത്യവൃത്തിയിലെല്ലാം ചെയ്യേണ്ട ശീലങ്ങൾ, ചെയ്യാൻ പാടില്ലാത്തായിട്ടുള്ള ദുശീലങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് മുന്നോട്ടുള്ള വഴി എങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് അത് ചെയ്ത് നമ്മുടെ മനസ്സ് എപ്പോഴും ഭഗവാനിൽ കേന്ദ്രീകരിക്കാനുള്ള ഒരു ആസക്തി, അത് നമ്മളിൽ എപ്പോഴും നമ്മള് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ആദോ ശ്രദ്ധ തതോ വചനക്രിയ തഥാ അനർത്ഥ നിവൃത്തിഷ്യ. അപ്പോ അങ്ങനെ നമുക്ക് ഭാവഭക്തി വരെ, പ്രേമഭക്തി, ഭാവഭക്തി, അത് നമുക്ക് ചെന്നു ചേരണം. കാരണം നമ്മള് സത്വഗുണത്തിൽ മാത്രമോ ഇരുന്നിട്ട് നമുക്ക് കൃഷ്ണപ്രേമമോ അല്ലെങ്കിൽ ഭഗവത് പ്രാപ്തിയോ നേടാൻ കാര്യം നടക്കത്തില്ല. കാരണം നമ്മൾ സത്വഗുണത്തിലുള്ള ഒരാളാണെങ്കിലും അതിൻ്റെ ഒരു പോരായ്മ എന്തെന്ന് വെച്ചാല് സത്വഗുണത്തിൽ നമുക്ക് കിട്ടുന്ന ചില ഗുണങ്ങളും ചില കർമ്മഫലങ്ങളും അനുഭവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതേ സമയത്ത് നമ്മൾ ഒരു ശുദ്ധ സത്വഗുണത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് ഒരു എന്താ പറയുന്ന അതിന് നിഷ്കാമകർമ്മം ചെയ്യാനുള്ള ഒരു ലെവലിൽ നമ്മൾ വന്ന് ചേരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നിഷ്കാമകർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കാരണം നമുക്കൊരു പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കുന്നുമില്ല. അതിൽ നിന്നുള്ള ഒരു എന്താ പറയുന്നത് ഓപ്പോസിറ്റ് റിയാക്ഷൻസ് അതൊന്നും തന്നെ നമുക്ക് അനുഭവിക്കേണ്ടി വരത്തില്ല. അപ്പൊ ആ ഒരു ശുദ്ധ സത്വ പ്ലാറ്റ്ഫോമിൽ വരാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ എല്ലാവരും കൃഷ്ണാവബോധനം പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ 16 മാല ജപിക്കുക, 4 നിയമങ്ങൾ പാലിക്കുക, കൃഷ്ണപ്രസാദം മാത്രം കഴിക്കുക, ഭക്ഷണം പ്രസാദമായിട്ട് സ്വീകരിക്കുക, ഭക്തന്മാരുമായിട്ടുള്ള അസോസിയേഷൻ മാത്രം. ഭക്തന്മാരുമായിട്ടുള്ള അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് പ്രചരണത്തിന് പോകുമ്പോൾ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ നമ്മള് ആൾക്കാരെ കാണാൻ പോകും, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് കൊടുക്കാൻ പോകും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കും. ഒരാളുമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് അസോസിയേഷനായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ ശാസ്ത്രം പ്രഭുപാദ പറയുന്നത് ഒരാളുമായിട്ട് കൂടിക്കാഴ്ചയില് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുക,
ലൗകികമായിട്ടുള്ള അല്ലെങ്കിൽ കൃഷ്ണാവബോധനമായിട്ടുള്ള സംബന്ധമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വളരെ വാചാലമായിട്ട് ലോകത്ത് നടക്കുന്ന സംഭവങ്ങള്, ഫുട്ബോൾ മാച്ചുകള്, ക്രിക്കറ്റ് മാച്ചുകള്, സിനിമകള്, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങള്, ഈ വിധ കാര്യങ്ങളൊക്കെ വളരെയധികം നമുക്ക് ആയിരക്കണക്കിന് വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഉത്തേജനം നമ്മൾ എല്ലാവരിലും ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും തന്നെ കൃഷ്ണാവബോധനത്തിലുള്ളപ്പോൾ നമ്മള് കൃഷ്ണനുമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. കൃഷ്ണന് ഇപ്പം നമ്മള് ഭഗവത്ഗീതയിലും കേൾക്കുന്നുണ്ട്, മന്മനാഭവ മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു. അപ്പൊ 4 കാര്യങ്ങൾ ഭഗവാൻ പറയുന്ന ആ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. യത് കരോസി യദസ്നാസി യജ്ജുഹോസി ദദാസിയസ് യത് തപസ്യസി കൗന്ദേയ കുരുസ്വമതർപ്പണം. അപ്പോ നമുക്ക് ഭഗവത്ഗീതയിലായാലും ശ്രീമദ് ഭാഗവതത്തിലായാലും ചൈതന്യ ചരിതാമൃതത്തിലായാലും എല്ലാ പുസ്തകങ്ങളിലും നമ്മുടെ ഈ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നമുക്ക് ഭൗതിക ജീവിതത്തിൽ നിന്ന് അകന്നു നിന്നിട്ട് എങ്ങനെ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയാൽ നമുക്ക് ശുദ്ധസത്വത്തിൽ വന്നിട്ട് നമുക്ക് കൃഷ്ണനെ ചെന്ന് അടയാനുള്ള ഒരു വഴി ഭഗവാൻ തരുന്നതായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. ഇപ്പോ ഈ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് ഒരു ധർമ്മയുദ്ധമായിരുന്നു. നമ്മുടെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുത്സവ മാമക പാണ്ഡവശ്ചൈവ കിമകുറുവത സഞ്ജയ. അപ്പോ ആ ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തിലാണ് ആ യുദ്ധം നടന്നത്. ആ യുദ്ധം നടന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിലായിരുന്നു. അപ്പൊ ഭഗവാനും പറയുന്നുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പൊ ഈ ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നതെന്നും ഈ ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ ആ യുദ്ധം ആര് രാജ്യം ഭരിക്കുമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയായിരുന്നു. നമ്മള് മഹാഭാരതത്തിൽ നിന്നും പ്രഭുപാദരുടെ പുസ്തകങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട്, ഈ യുദ്ധം വേണ്ടാന്ന് വെക്കാൻ, അതിനെ യുദ്ധം ചെയ്യാതിരിക്കാനുള്ള പല ശ്രമങ്ങളും പാണ്ഡവരും ഭഗവാൻ കൃഷ്ണനും ചെയ്യുകയുണ്ടായി. ദൂതുപോയി ഭഗവാൻ. ഈ എല്ലാ വഴികളും അടഞ്ഞ ശേഷമാണ് അവസാനം യുദ്ധം തന്നെ ചെയ്യേണ്ടി വരും എന്ന് വന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പാണ്ഡവർ 5 പേരായിരുന്നു, കൗരവർ 101 പേരും. ആൾബലത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പാണ്ഡവരെക്കാളും വളരെയധികം ബലവും കഴിവും ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു കൗരവരുടെ ഗ്രൂപ്പില്. പക്ഷേ ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരുടെ വശത്തായിരുന്നു. അപ്പോ ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ കലിയുഗത്തിൽ നമുക്ക് ഭക്തരായിരിക്കുക എന്നുള്ളത് വളരെ 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 കഷ്ടവും വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്കുള്ളത്. നമ്മള് ഭാഗവതം ക്ലാസ് കൊടുക്കുകയോ അല്ലെങ്കിൽ റോഡിൽ ഒരു നഗര സങ്കീർത്തനം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർക്ക് കുറച്ച് പ്രസാദം കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പലർക്കും അതിനെക്കുറിച്ച് എന്താ പറയാ, നിന്ദിക്കുക, അല്ലെങ്കിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ കളിയാക്കുക, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എതിർപ്പുകൾ, അതിനെ മലയാളത്തിൽ പറയാവുന്ന ഒരു ഉത്തമമായ വാക്ക് നമുക്ക് എതിർപ്പുകൾ. നമ്മൾ ഒരു വ്യക്തി തന്നെ ഒരു കുടുംബത്തിൽ കൃഷ്ണാവബോധനത്തിൽ വരുമ്പോൾ അയാൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള എതിർപ്പുകൾ. നീ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നീ വല്ല ജോലിയും ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ നീ കുറച്ച് പണം സമ്പാദിക്കാൻ നോക്ക്. അങ്ങനെ പലതരത്തിലുള്ള എതിർപ്പുകളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് കൃഷ്ണാവബോധനം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ, ഇപ്പൊ വൃന്ദാവനത്തില്, മായാപൂരില് അല്ലെങ്കിൽ തീർത്ഥ സ്ഥലങ്ങളിലൊക്കെ ഒരുവിധമൊക്കെ ഒരു ഫേവറബിൾ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നല്ല സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ ഞാൻ കേരളത്തെ സംബന്ധിച്ച് ഞാൻ കണ്ട് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രവും പരിസരവും ഒക്കെ ഒരുവിധം ഭക്തന്മാർക്ക് പോകാവുന്നതും
ഭക്തിയിൽ മുഴുകിയിരുന്ന് കുറച്ച് ജപിക്കാനോ അല്ലെങ്കിൽ കീർത്തനം ചെയ്യാനോ ഒക്കെയുള്ള അവസരമുള്ള സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ എങ്കിലും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ ഈ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ഒരു വിധത്തിൽ നമുക്ക് ഭഗവാൻ തരുന്ന ഒരു വരമായിട്ട് കണക്കാക്കിയിട്ട്, അതായത് നമ്മൾ ഭക്തിയിൽ കൃഷ്ണഭക്തിയിൽ ഉള്ളപ്പോൾ നമ്മൾ ഭഗവാനോട് എനിക്ക് നല്ല ഒരു സിറ്റുവേഷൻ ചെയ്തു തരണം, എനിക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടാവരുത് ഭക്തിയില്. ഞങ്ങള് വിഘ്നവിനാശത്തിന് വേണ്ടി ഭഗവാൻ നരസിംഹദേവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും ഒരു ശുദ്ധ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏവർക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള യാതനകളും പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ വരും. എങ്കിലും അത് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യാമെന്നുള്ളത്, ഈ യുദ്ധത്തിൽ മരണശയ്യയിൽ കിടക്കുമ്പോഴാണ് ഭീഷ്മദേവൻ ഭഗവാൻ കൃഷ്ണനെ മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുന്നതും അദ്ദേഹം ഈ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ധർമ്മത്തിന്റെ പ്രിൻസിപ്പിൾസ് അതിനെക്കുറിച്ചാണ് അദ്ദേഹം പ്രതിപാദിക്കുന്നതും സംസാരിക്കുന്നത്. അപ്പോ നമുക്ക് മഹാജനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ശാസ്ത്രത്തിൽ 12 മഹാജനാസ്. കപില, വ്യാസ, നാരദ, അങ്ങനെ 12 പേര് പറയുന്നുണ്ട്. അതിൽ ഒരാളാണ് ഭീഷ്മദേവൻ. അപ്പൊ ഭീഷ്മദേവൻ എല്ലാവിധ ശാസ്ത്രജ്ഞാനവും ഉള്ള ഒരു ഭക്തനായിരുന്നു. അപ്പോ എങ്ങനെ രാജ്യം ഭരിക്കാം, എങ്ങനെ ശത്രുനാശം ചെയ്യാം, എങ്ങനെ സിറ്റിസൺസിനെ എന്താ പറയാ സിറ്റിസൺസിന് എങ്ങനെ രക്ഷ കൊടുക്കാം, ജനങ്ങളുടെ രക്ഷ കൊടുക്കുന്നത്, അതും ഈ രാജഭരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമുക്ക് ഡെമോക്രാറ്റിക് കൺട്രിയിലൊക്കെ എലക്റ്റഡ് മിനിസ്റ്റേഴ്സ് ഒക്കെയാണ്, മെമ്പർ ഓഫ് പാർലമെന്റ്സ് എന്നൊക്കെ പറയും. അപ്പൊ ഈ എങ്ങനെ നമ്മള് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു വളരെ വിശദമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഭീഷ്മദേവൻ കൊടുക്കുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മളെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ നോർമൽ അഡ്മിനിസ്ട്രേറ്റീവ് ഇത് മറ്റുള്ള ഇടപാട് ഇങ്ങനെ ചില ഭക്തന്മാരും ചിലപ്പോഴുള്ള രാജ്യഭരണത്തിൽ അല്ലെങ്കിൽ മിനിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ MP ആയിരിക്കാം, അല്ലെങ്കിൽ ചില ഡിവോട്ടീസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷനിലോ ഒക്കെ കാണും. അപ്പൊ നമുക്കൊക്കെ ഒരു അവസരമാണ് ഒരു തരത്തില് മറ്റുള്ളവർക്കും നമുക്ക് ഈ കൃഷ്ണാവബോധനം പ്രിൻസിപ്പിൾസ്, ഇപ്പോ നമ്മൾ മനു സംഹിത എന്ന് പറയുന്നുണ്ട്, മനു എഴുതിയിട്ടുള്ള. അപ്പൊ ഈ മനു സംഹിതയും ഏകദേശം എല്ലാം തന്നെ ഭാഗവത ഫിലോസഫി അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണ കോൺഷ്യസ് ഫിലോസഫിയുടെ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ വെച്ച് തന്നെയാണ് അതെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പോ സ്വയംഭോ, നാരദ, ശംഭു, മനു. അപ്പൊ മനുവും ഈ പറഞ്ഞ മഹാജനങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. അപ്പോ നമുക്ക് ഈ മഹാജനങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുന്നേ ഉപദേശങ്ങൾ, ഇപ്പൊ നമുക്ക് ഭാഗവതത്തിൽ തന്നെ ആയാലും ഭഗവത്ഗീതയിൽ കൃഷ്ണോപദേശമായാലും പിന്നെ നമുക്ക് നമ്മുടെ 6 ഗോസ്വാമീസ്, ശ്രീ രൂപ സനാതന ഭട്ട രഘുനാഥ്, ശ്രീജീവ് ഗോപാല ഭട്ട ദാസ രഘുനാഥ്, ഈ 6 ഗോസ്വാമിമാരും ഇവരെല്ലാവരും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. ഈ ഉപദേശങ്ങൾ എല്ലാം തന്നെ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിലേക്കുള്ള ഒരു വളരെ മുഖ്യമായിട്ടുള്ള ഒരു പങ്കാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഭക്തി ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ വിവിധ പുസ്തകങ്ങളിൽ നിന്ന്, ഇപ്പൊ നമുക്ക് രൂപഗോസ്വാമിയുടെ ഭക്തി, നമ്മുടെ രൂപഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, ജീവഗോസ്വാമിയുടെ പുസ്തകങ്ങൾ, ഷഡ് സന്ദർഭാസ്, ഈ ഭാഗവതത്തിലൊക്കെ ഉള്ള
വിശേഷമായിട്ടുള്ള സബ്ജക്ട് മാറ്റേഴ്സിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പുസ്തകങ്ങളാണ് ഇവരൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോ ഭക്തി വിനോദ് ഠാക്കൂർ അദ്ദേഹം എഴുതിയിട്ടുള്ള കീർത്തനങ്ങളും ഭജനകളും ഒക്കെ നമുക്ക് വളരെയധികം ഉത്തേജിപ്പിക്കുന്ന, ആധ്യാത്മിക ജീവിതത്തിൽ ഉത്തേജനം തരുന്ന തരത്തിലുള്ള അർത്ഥവത്തായിട്ടുള്ള ഭജനകളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഈ നോർമൽ ലൈഫിലെ ആൾക്കാർക്ക് സ്പോർട്സില് അല്ലെങ്കിൽ ഗെയിംസില്, സിനിമയില്, പാട്ടുകളില്, സിനിമാ പാട്ടുകളില്, ഇപ്പൊ ടി വിയിലൊക്കെ നമ്മൾ എപ്പോഴും പലതരത്തിലുള്ള പ്രോഗ്രാംസ് കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ മണ്ടെയിൻ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ നമുക്ക് സ്പിരിച്വൽ ആക്ടിവിറ്റീസ്, ഞാൻ ഈ പറഞ്ഞ ഭക്തി വിനോദ് ഠാക്കൂറിന്റെ ഭജനകള്, പല ഭജനകളും വളരെ അർത്ഥവത്തായിട്ടുള്ള പാട്ടുകളാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എങ്ങനെ ഭാഗവതം വായിക്കുക, ഭഗവത്ഗീത വായിക്കുക, ശ്ലോകങ്ങൾ പഠിക്കുക, കീർത്തനങ്ങൾ പാടുക, ഭഗവാന്റെ സേവയിലുള്ള ആ ഒരു ഉത്തേജനം നമുക്ക് എല്ലാത്തിലും കിട്ടണം. അപ്പൊ ഈ ഭാഗവതത്തിലായാലും ഇപ്പൊ നമ്മുടെ ഉപദേശങ്ങൾ, ഇപ്പൊ വിതുരർക്ക് കൊടുത്ത ഉപദേശം, ഭീഷ്മദേവർ തരുന്ന ഉപദേശം, കുന്തി ദേവിയുടെ, ഇപ്പൊ നമ്മള് ഈ അധ്യായത്തിന് മുമ്പത്തുള്ള അധ്യായത്തില് കാണുന്നുണ്ട്, മായാ യവനിക ചന്നം അജ്ഞാതോക്ഷജം അവയം. ഭഗവാൻ കൃഷ്ണനെ വളരെയധികം ഉത്തമ ശ്ലോകങ്ങൾ കൊണ്ട് കുന്തി ദേവി ഭഗവാനെ കീർത്തനം ചെയ്യുന്നുണ്ട് ഭഗവാന്റെ. അപ്പൊ അതില് കുന്തി ദേവി പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടങ്ങൾ വന്നുകൊണ്ടേ ഇരുന്നു. ഭഗവാൻ എന്റെ കഷ്ടങ്ങൾ വരുമ്പോഴെല്ലാം എനിക്ക് ഭഗവാനെ ഓർമ്മിക്കാനുള്ള ഒരു അവസരമുണ്ടായി. ഭഗവാനെ എനിക്ക് എപ്പോഴും ഓർമ്മിക്കുക വഴി എനിക്ക് എപ്പോഴും ഭഗവാന്റെ ദർശനം കിട്ടാനും ഭഗവാൻ നമ്മളെ രക്ഷിക്കാനും അവസരമുണ്ടായി. അപ്പോൾ അവർ പറയുന്നത്, എനിക്ക് ജീവിതത്തിൽ ഇനിയും എപ്പോഴും കഷ്ടതകൾ വന്നുകൊണ്ടേ ഇരിക്കട്ടെ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. നമുക്ക് എത്ര ജീവിതത്തിൽ എന്തൊക്കെ തന്നെ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും കഷ്ടങ്ങളുണ്ടെങ്കിലും നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ ഒരു തരത്തിൽ ഫേസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് കൃഷ്ണാവബോധനത്തിൽ മുന്നോട്ട് പോവാമെന്നുള്ളത് നമ്മൾ വളരെ കാര്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് നമ്മുടെ ഈ നിത്യം ഭാഗവത സേവയ ഭഗവതീർ ഉത്തമ ശ്ലോകെ ഭക്തിരോപതി നൈഷ്ഠികി. അപ്പൊ ഇത് നമുക്ക് വളരെ, ഈ ഭാഗവതം എന്ന് പറയുന്നത് അമല പുരാണം, അത് വളരെ എന്താ പറയുന്നത്, എല്ലാത്തിലും നിന്നും എല്ലാ അമൃതം പോലെ, ഭാഗവത അമൃതം, അതാണ് നമുക്ക് വ്യാസദേവൻ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഡെയിലി കേൾക്കുക വഴി ശ്രവണാദി ശുദ്ധ ചിത്തേ കരയോ പ്രകാശ്. അപ്പൊ നമുക്ക് ഈ ശ്രവണം വഴിയാണ് നമ്മുടെ ചിത്തത്തെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടത്. നമ്മുടെ ചിത്തം ഇപ്പോൾ അശുദ്ധമാണ്. നമ്മുടെ അശുദ്ധമായിട്ടുള്ള ചിത്തം എങ്ങനെയാ, നമ്മള് ഈ ഭൗതികമായിട്ടുള്ള അന്തരീക്ഷത്തില് നമ്മള് ജീവിക്കുക വഴി, നമ്മള് ജനിക്കുക വഴി, അല്ലെങ്കിൽ നമ്മള് വന്നത് കാരണം ഇപ്പൊ നമ്മളെ ഒരു മലിനീകരണമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഈ ചിത്തത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗമാണ് നമ്മൾ ഈ വിധ സാധന ഭക്തി വഴി ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട്, നമ്മളിപ്പോ ചില TV ചാനൽസ് ഒക്കെ കണ്ടാല് 24 മണിക്കൂറും അവര് വേണ്ടാത്ത ഗാർബേജ്, വേണ്ടാത്ത ഒരു മനുഷ്യന് ഒരു കാശിന് പ്രയോജനമില്ലാത്ത ഏറ്റവും അശ്ലീലകരമായിട്ടുള്ള വൃത്തികെട്ട എല്ലാ തരത്തിലുള്ള ബ്രോഡ്കാസ്റ്റും 24 മണിക്കൂറും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഭാഗവതം 1 മണിക്കൂർ ചെയ്യുക മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഇപ്പോഴത്തെ മോഡേൺ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമയത്തും 24 മണിക്കൂർ ഒരു ഭക്തൻ ഇപ്പോൾ ആൾറെഡി നമുക്ക് ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഇപ്പൊ നമ്മൾ യൂട്യൂബിലായാലും പലതരത്തിലും നമുക്ക് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പല ഭക്തന്മാരുടെയും ലെക്ചേഴ്സ് കേൾക്കാനും കൃഷ്ണലീലകളെ കുറിച്ച് കാണാനും കേൾക്കാനും, പ്രഭുപാദരുടെ ലെക്ചേഴ്സ് കേൾക്കാനും, പ്രഭുപാദരുടെ ബുക്സ് വായിക്കാനും എല്ലാം പലതരത്തിലുള്ള സൗകര്യങ്ങൾ. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ
ഈ വരുന്ന കാലത്ത് ഈ ഇടയ്ക്കുള്ള ഒരു 10, 25, 30 വർഷത്തെ സമയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊക്കെ പറയുന്ന അവർ ചെയ്യുന്നുണ്ട്. അവരെ വേണ്ടാത്തനൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ കൃഷ്ണാവബോധനത്തെ പ്രചരിപ്പിക്കാൻ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ് കൊടുക്കുമ്പോൾ അൻഡമാനിലെ പോർട്ട് ബ്ലെയറിലായിരുന്നു. ഇന്ന് ഞാനിപ്പോ ജയ്പൂർ രാജസ്ഥാനിൽ ഗോവിന്ദജി ടെമ്പിളിന്റെ വളരെ അടുത്ത് തന്നെയാണ്. അപ്പോ ഇത് നമുക്ക് എവിടെ ആയിരുന്നാലും നമുക്ക് കൃഷ്ണാവബോധനം പ്രചരിപ്പിക്കാനും ആൾക്കാർക്ക് കൃഷ്ണാവബോധനം കേൾക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. ഞാൻ ഇവിടെ ഈ ശ്രീ രാധാ ഗോവിന്ദജി ടെമ്പിളിന്റെ അടുത്ത് തന്നെയാണ് താമസം. ഇവിടെ ഭഗവാന്റെ അമ്പലത്തിന് പുറകെ ഉള്ള അമ്പലക്കുളമാണിത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് കഷ്ടതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ആധ്യാത്മിക ജീവിതം പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമുക്കത് വേണ്ട വിധത്തിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യുകയും നമ്മൾ കൃഷ്ണാവബോധനത്തിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ് വേണ്ടത്. നമുക്ക് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ നിശ്ചയമായും ഭീഷ്മദേവരുടെ ഉപദേശങ്ങളൊക്കെ കുറച്ചുകൂടെ കാര്യമായിട്ട് പഠിക്കാനും അതിൽ നിന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടെ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭുജി, നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ ഇന്നലെയാണോ എന്നോട് പറഞ്ഞത്, അപ്പൊ എനിക്ക് പ്രിപ്പയർ ചെയ്യാനും പറ്റിയില്ല. ഇവിടെ മലയാളം ഭാഗവതം എൻ്റെ ഇല്ല. അപ്പൊ ഞാൻ കുറച്ച് ഓൺലൈനിൽ കുറച്ച് ഈ 1:19, 1:9:25 കുറച്ച് ശ്ലോകങ്ങളും ക്ലാസ്സുകളൊക്കെ ഒന്ന് കേട്ട് ഒന്ന് തയ്യാറായി. നല്ലവണ്ണം മനസ്സിലായി. നമുക്ക് നിങ്ങൾ എല്ലാരും ഇവിടെ ജയ്പൂർ വന്നിട്ടുണ്ട്. നിങ്ങൾ ആൾക്കാരൊക്കെ വന്നു കാണും അല്ലേ? ഞാൻ വന്നിട്ടില്ല. ഇവിടെ വൃന്ദാവനത്തിലെ രൂപഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും ഒക്കെ പൂജ ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ഡീറ്റീസ് ആണ് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇവിടെ രാധാ ഗോവിന്ദജി ടെമ്പിൾ വളരെ വളരെ 10,000-കണക്കിന് ആൾക്കാർ ദിവസവും വന്ന് നാമം ജപിച്ച് കീർത്തനം ചെയ്യുന്ന ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇത് മാത്രമല്ല, ഇവിടെ ഈ 3 ക്ഷേത്രങ്ങള് സംബന്ധം, ആവിധേയം, പ്രയോജനം എന്ന 3 കാര്യങ്ങളുമായി സംബന്ധപ്പെട്ടുള്ള മദൻ മോഹൻ, ഗോപിനാഥ്, ഗോവിന്ദജി അപ്പൊ ഇവിടെ രാധാ ഗോവിന്ദ, രാധാ ഗോപിനാഥ്, രാധാ മദൻ മോഹൻ, ഈ 3 ക്ഷേത്രങ്ങളും ജയ്പൂരിലുണ്ട്. മാത്രമല്ല ഇവിടെ വേറെയും പല കൃഷ്ണ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ ദൂരെയാണ് കരോളി എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് രാധാ മദൻ മോഹൻജിയുടെ ക്ഷേത്രം ഉള്ളത്. പക്ഷെ ഗോപിനാഥ്ജിയും ഗോവിന്ദജിയും ഇവിടെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പൊ അത് വളരെ പഴയ കഥ. 500 വർഷങ്ങൾക്ക് മുമ്പ് മുഗളന്മാര് വൃന്ദാവനത്തില് ആക്രമിച്ച ഔറംഗസേബ് അദ്ദേഹം അവിടെ ആക്രമിച്ച പല ക്ഷേത്രങ്ങളും നാശം ചെയ്തപ്പോൾ രാത്രി അവർ ഭഗവാനെ അവിടുന്ന് ഓടിച്ച് കൊണ്ടുവന്നാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പൊ അത് വളരെ ഐതിഹ്യവും വളരെയധികം പ്രസിദ്ധവുമായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോഴും പല ആൾക്കാരും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവരെ തിരിച്ച് വൃന്ദാവനത്തിൽ കൊണ്ടുപോകാനുള്ള ശ്രമം. പക്ഷെ ഇവര് ജയ്പൂരിലെ ഭക്തന്മാരെ വിടില്ല എന്നുള്ള ആ ഒരു വാശി ഇവിടെ തന്നെ വെച്ച് പൂജ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വളരെ വളരെ അധികം ലീലകളുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ. ഭക്തന്മാരൊക്കെ വളരെ അവരുടെ സ്വന്തം അനുഭവങ്ങൾ വെച്ചൊക്കെ പറയാറുണ്ട്. വളരെ ശക്തിമാനായ ഒരു മൂർത്തിയാണ് ഈ രാധാ ഗോവിന്ദജി ഇവിടെ എന്ന് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഇപ്പൊ നിങ്ങൾക്കെല്ലാം സമയം കിട്ടുമ്പോൾ എല്ലാവരും ചേർന്ന് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൃന്ദാവനവും ജയ്പൂരും ഒക്കെ കാണാൻ സാധിക്കും. ഹരേ കൃഷ്ണ. ഞാൻ അമ്പലത്തിന്റെ ഒരു 100 മീറ്റർ ദൂരെ ഒരു ഗൗഡിയം മഠത്തിന്റെ ഒരു ചെറിയൊരു ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ എനിക്ക് മഹാരാജ് കുറെ കാലമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഇപ്പൊ ഒരാഴ്ച ആയുള്ളൂ ഞാൻ വന്നിട്ട്. അപ്പോ കുറച്ചു കാലം ഞാൻ ഇവിടെ തന്നെ താമസിക്കാന്ന് വിചാരിക്കുകയാണ്. ഭഗവാൻ അനുഗ്രഹിച്ചെങ്കിൽ വരാം പ്രഭു. അതെ ഹരേ കൃഷ്ണ. പിന്നെ എനിക്കൊരു മലയാളം ഭാഗവതം കിട്ടിയാൽ കൊള്ളാം. ഞാൻ വേണമെങ്കിൽ കുറച്ച് കാശ് അയക്കാം. എനിക്കൊന്നൊരു ഫസ്റ്റ് മാത്രം എനിക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാല്
കുറച്ച് വായിക്കാനും ക്ലാസ് കൊടുക്കാനും കുറച്ച് പ്രിപ്പയർ ചെയ്യും. ഞാൻ ഓൺലൈനിൽ നോക്കി, അത് ശ്ലോകം വരുന്നുണ്ട്, പക്ഷെ പെർഫെക്റ്റും അതും ക്ലിയർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു, ഞാനിവിടെ ട്രിവാൻഡ്രം എക്സ്പോണുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം പ്രഭു. പ്രഭു ഡീറ്റെയിൽസ് അയക്കണം. അതെ, ഞാനത് വാട്സപ്പിൽ എനിക്ക് നമ്പർ ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അത് കാശ് അവർക്ക് അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഗോപാൽ ചരൺ പ്രഭുവിന്റെ പറയാം, അല്ലെങ്കിൽ മാതാജി പറ്റുമെങ്കിൽ അത് എനിക്ക് ഞാൻ ഉടനെ കിട്ടാണ്. അടുത്ത വരുന്ന ക്ലാസ്സുകൾ എനിക്ക് കുറച്ച് സൗകര്യമായിരിക്കും അത്. ഞാനിപ്പോ തന്നെ ഇവിടുത്തെ BBT നോക്കുന്നത് പ്രഭുവിന്റെ നമ്പർ ഞാൻ ഇപ്പൊ തന്നെ പ്രഭുവിന് അയക്കാം പ്രഭു. അത് മതി. ഞാനപ്പോ അവർക്ക് അത് VPP അയക്കാൻ പറയാം. ഓക്കെ പ്രഭു, ഓക്കെ. ശരി, അപ്പൊ നമുക്ക് ക്ലാസ് ഇന്ന് നിർത്താം. കുറച്ച് നേരത്തെ എനിക്ക് വേറൊരു ചെറിയൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. ഒരു 300 കിലോമീറ്റർ ദൂരെ ഒരു സ്ഥലത്ത്, മക്രാന എന്ന് പറയുന്നത്. പ്രഭു ദണ്ഡോത് പ്രണാം. നന്ദി പ്രഭുജി, വളരെ മനോഹരമായ ക്ലാസ്സിന് നന്ദി പ്രഭുജി. പ്രഭു ഇനിയിപ്പോ ജയ്പൂരിലാണോ പോകുന്നത് പ്രഭു? ഞാനിപ്പോ ജയ്പൂരിൽ തന്നെ, ആൾറെഡി ജയ്പൂരിലാണ് താമസം ഇപ്പോ. ആണല്ലേ? ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഇപ്പൊ ഇല്ലേ? ഞാൻ അവിടുന്ന് ഫുള്ളായിട്ട് വിട്ടിട്ടില്ല. ഞാൻ ഇപ്പൊ കുറച്ചു കാലത്തേക്ക് ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടി വന്നത്. ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം ഞാൻ ഇവിടെ താമസിച്ചിട്ട് എന്റെ എങ്ങനെയുണ്ട് ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കാന്ന് വിചാരിച്ചാ ഞാൻ വന്നത്. ശരി പ്രഭുജി, സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം നടക്കുവാണോ പ്രഭു, അതോ? അതെ, ഞാൻ ഇവിടെ ഇസ്കോൺ ഭഗവത്ഗീതയും ബുക്സും ഒക്കെ കൊണ്ട് പ്രീച്ച് ചെയ്യാനും പോകുന്നുണ്ട്. ആൾക്കാരെ കാണുന്നുണ്ട്. എന്തെങ്കിലും സ്കൂൾ കുട്ടികൾക്കൊക്കെ ഞാൻ ക്ലാസ് കൊടുക്കാനുള്ള ഒരു ശ്രമം. ഇപ്പൊ ഇവിടെ വെക്കേഷൻ ആയിരിക്കുകയാണ്. ജൂലൈ 1-ാം തീയതി മുതലേ സ്കൂൾ തുറക്കത്തുള്ളൂ. അപ്പൊ ഏകദേശം 2 മാസം എനിക്ക് വെറുതെ ടെമ്പിളിൽ ഞാൻ കുറച്ച് പൂജയൊക്കെ ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് കുറച്ച് പുറത്തൊക്കെ പോയി ആൾക്കാരെ കാണാൻ പോകുന്നുണ്ട്. ശരി പ്രഭു, താങ്ക് യു. അതെ. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ക്ലോസ് ചെയ്തു. താങ്ക് യു പ്രഭു, താങ്ക് യു. ഹരേ കൃഷ്ണ.